കോഴിക്കോട് വലിയങ്ങാടിയിൽ ഒരു അപകടം നടന്നു. അത് അപകടമരണമല്ല, അത് കൊലപാതകമാണ്. 3 വർഷം മുമ്പ് ആ കെട്ടിടം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് നടപ്പാക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥന്മാർക്കാണ്. അത് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് കുറ്റവാളികൾ. അവരാണ് കൊലപാതകം ചെയ്തത്. കോർപ്പറേഷന് രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ. അത് 2023 ജനുവരി 9 നടന്ന സംഭവമാണ്. അതിനുശേഷം 3 വർഷമായി ഇതുവരെയായിട്ട് ഒരു തീരുമാനം അത് നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. അത് കൂടാതെ എന്താ സംഭവം വെച്ചാൽ 3 വർഷം തുടർച്ചയായിട്ട് ലൈസൻസ് കൊടുക്കുകയും ചെയ്തു ആ ബിൽഡിങ്ങിലൊക്കെ. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് കൊടുത്തത്? ശരിക്കും ഒരു ബിൽഡിംഗ് ഇല്ല, അത് പൊളിച്ചുമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിവിടെ ലൈസൻസ് കൊടുക്കാൻ അധികാരമുണ്ട് അവർക്ക്. കോഴിക്കോട് വലിയങ്ങാടിയിൽ 100 കണക്കിന് ആളുകൾ ദിവസവും ഓരോ മണിക്കൂറിനും ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരമൊരു ബിൽഡിങ് കേടുപാട് സംഭവിച്ച് പൊളിക്കാൻ വെച്ച ബിൽഡിങ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതിന് ഉത്തരവാദിത്തം മുഴുവൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ആൾക്കാരാണ്. അവരാണ് കുറ്റവാളികൾ, അവരാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഈ അപകടത്തിന് പോലീസുകാർ എടുക്കേണ്ട കേസ് ജസ്റ്റ് 109 മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോരാ. ശരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് BNS 105 പഴയ IPC 304A ആണ്. അപ്പോൾ അതുപോലെ 106 അതും 10 വർഷം ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. പിന്നെ 289 ഇതൊക്കെ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി എടുക്കേണ്ടതാണ്. കേവലം സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തുകൊണ്ടൊന്നും ഇതോടെ അവസാനിക്കില്ല. ശരിക്കും അവർ കുറ്റവാളികൾ തന്നെയാണ്. ഈ വിഷയത്തിൽ പോലീസുകാരെ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കേസ് കൊടുത്ത് ഇതൊരു അറുതി വരുത്തണം. കാരണം ഇത്തരം പരിപാടികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനിയും ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയ തീരുമാനം അവഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നാളെയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ. ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും സമരം ചെയ്ത് കോർപ്പറേഷൻ മുകളിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ നോക്കണ്ട. ഇനിയിപ്പോൾ സംഭവിക്കാൻ വെച്ചാൽ കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിലെ മുഴുവൻ ബിൽഡിങ്ങുകളും ഉടൻ തന്നെ പൊളിച്ചു മാറ്റാൻ ശ്രമിക്കും. അപ്പോൾ അതങ്ങും ചെയ്യണം. പോലീസുകാർ ശരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്ന എൻ്റെ അഭിപ്രായം.